എവിടെയെങ്കിലും ഇറങ്ങാണ്ടായിരുന്നു അവിടെ ഒന്ന് ജോലി ആവത്ത്. അന്നാ പോയത് ഇതുപോലെ അന്ന് പോയത് അങ്ങനെ പോയപ്പോ അങ്ങനെ പോയെ അവിടെ ആരും പറഞ്ഞപ്പോഴാണ് അത് മരിച്ച അങ്ങനെ മരിച്ചല്ലേ ഇവിടെ വന്നത്. ഈ തന്തേരാളി പറയടി പട്ടി കഴിവുള്ള മോളെ, പട്ടി കഴിവുള്ള മോളെ, ഈ പട്ടി കഴിവുള്ള മോളെ തന്തേരാളി പറയാതി. ദൈവം നിനക്ക് ഏതാണ്ട് ശിക്ഷ വെച്ചിട്ടുണ്ട്, നിനക്ക് ദൈവം ശിക്ഷ വെച്ചിട്ടുണ്ട്. ഞാൻ തരണ്ട, ദൈവം തരുന്നത്. ദൈവം കൊടുക്കേണ്ടവർക്കൊക്കെ ശരിക്കും കൊടുക്കും. ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത കണ്ടവരെല്ലാം കൊന്നു തിന്നവരുമാർക്ക് ഒരിക്കലും ഗുണം പിടിക്കാതെ ഓർത്തേ ഉള്ളൂ. ഗുണം പിടിക്കാതെ കണ്ടവരെല്ലാം കൊന്നു തിന്ന് നടക്കുക കുടുംബക്കാരികൾ. കണ്ടവന്മാരെല്ലാം കൊന്നു തിന്ന് നടക്കുക, കൊന്നു നിന്ന് നടക്കുക. കുടുംബക്കാരികൾ കള്ളവയപ്പും എല്ലാം ഇട്ട് നടക്കുക. ഇങ്ങനെ കണ്ടവരെല്ലാം കള്ളവയപ്പും എന്തോ കല്ലാരികളൊക്കെ വസ്തുവിന്റെ വേണ്ടി കള്ളവയപ്പിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഏതോ കള്ളി എനിക്ക് തോന്നി അവളാ കള്ളി ഒപ്പിട്ടിരിക്കുന്നത്. രാജമ്മേന്ന് പറയുന്ന കള്ളിയുടെ അക്ഷരം ഇരിപ്പുണ്ടത്. കല്ലാരികളൊക്കെ ഏതാണ്ട് ഇവിടെ വന്ന് ഒപ്പിട്ടപ്പോ ഏതാണ്ട് ദീപായ തീ എന്ന് പറഞ്ഞോണ്ട് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഞാനത് ഒപ്പിടാതെ ഇല്ല. ദീപായ തീ എന്ന് പറഞ്ഞോണ്ട് കള്ളയൊപ്പിട്ട് വെച്ചിരിക്കുകയാണ്. കർണാടകയിൽ പണിക്കെത്തി പറഞ്ഞിട്ട് കള്ളയൊപ്പിട്ട് അവരെല്ലാം കൊത്തു പിടിച്ച് പറിക്കാൻ നോക്കിയത് പോലെ ഇങ്ങനെ കള്ളയൊപ്പ് കൊണ്ട് നടക്കുക. പറയാം അവന്മാരും അവന്മാരും കള്ളയൊപ്പിട്ട് ഇങ്ങനെ നടക്കുക. കള്ളയൊപ്പിട്ട് നടക്കാൻ അവരൊക്കെ വട്ടായി ഇതൊന്നും വട്ടാം. അവൻ പറയുന്നത് വട്ടായി എന്നോട് തന്തേരാജ് പറയാൻ ലോകത്തെ ഇതുപോലെ തന്തേരാജ് പറയുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. കള്ളയപ്പിട്ട് നടക്കുക. കള്ളയപ്പ് കണ്ടവനെല്ലാം ഇതാക്കി കള്ളയപ്പിട്ട് നടക്കുക. അതൊക്കെ കള്ളയപ്പിട്ട് നടക്കുക. പൈസ വട്ടികൾ 6 വട്ടികളുണ്ട്. വലിയ സാറെ വട്ടികളെ കണ്ട് എല്ലാരും പറയുന്നേക്കാം. മോൻ പോയാല് നീല ചാടുന്ന ചാട്ടം അതുപോലുള്ള വട്ട് നീല ചാടുന്ന ചാട്ടം കാണുമായിരുന്നു. വലിയ പെണ്ണില്ല കുഞ്ഞിക്കവനൊക്കെ കിടന്ന് കളിയാക്കി തിരിക്കുന്നതായിരുന്നു. അവരിങ്ങനെ വരുന്നത് കാറ് കണ്ടടത്തെല്ലാം ഇട്ടിട്ടാ രാജേഷ് ഇങ്ങനെ കവർ പിടിച്ച് വരുന്നത്. അവൻ കാറേൽ ഇവിടെ വരത്തില്ല. അവന്റെ കാറ് വല്ലടമൊക്കെ ഇട്ടിട്ട് വിനൂധർമ്മരാജിന്റെ വീട്ടിലും അവിടെയൊക്കെ ഇട്ടിട്ടാ കാറേ വരുന്നത്. കാറേ വരിക അവൻ അവിടെ ഇവിടെ ഇട്ടിട്ട് കാറേൽ ഇങ്ങനെ കവർ തൂക്കി വരും. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന് ആരാണ്ട് ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്നുള്ള ഡ്രാമായിട്ട് അവൻ വരികയായിരുന്നു. പിന്നെ പലരും ഉണ്ടോ ഡ്രാമായിട്ട് വരാൻ നിന്നെ എന്റെ നേരത്തുള്ള ഒഴിക്കാന്ന് കൊച്ചത് ഞാൻ പറഞ്ഞേക്കാം. നേരത്തെ വെള്ളം ഒഴിക്കുന്നു കുറെ നേരം ഒഴിച്ചു പോകുന്നില്ല. ഞാൻ പിരിക്കുന്നത് എന്താ ഞാൻ പോകണം. ഞാൻ പോകണം. പൈപ്പ് കിടക്കല്ലോ. പൈപ്പ് കിടക്കുന്ന എങ്ങനെ ഒഴിക്കാന്ന് പൈപ്പ് കിടക്കുന്നത് പൈപ്പ് കിടക്കുന്ന ഒഴിക്കാന്ന് ഒത്തുമാരും തട്ടിയെടുക്കാൻ ഇങ്ങനെ നടക്കുക. സുബ്രഹ്മണ്യനും കുറെ വട്ടുകൾ പുതുവട്ടുകള് നമ്മളെ വട്ടെന്ന് വരുത്തിയിട്ട് എല്ലാം സ്വത്ത് വന്ന് തട്ടിയെടുക്കണം. ഇവിടെ മോക്ക് തട്ടിയെടുക്കണം. എന്നെ വട്ടാന്ന് വരുത്തിയേക്ക് ഇവിടെ മോക്ക് അവിടെ ഇങ്ങനെ നടക്കുക. എന്റെ എന്താ 7 പേരെയാ എവിടെയോ ഇവിടെ അടുത്ത് വട്ടാന്ന് വരുത്തി ഒരു കാര്യത്തിന് അതുപോലെ നടക്കുക. ഇവിടെ മോള് ശ്രീരാജപ്പന്റെ കണ്ടാറ വസ്തുന്നകയും തട്ടിയെടുക്കാൻ ജോലിയോടെ കൂട്ടി ഏതാണ്ട് ജോലി അവർക്ക് കഥക്കടിച്ച് നടക്കുക. രാവിലെ ഇങ്ങനെ ഇറങ്ങും ചുമ്മാതെ എന്നൊക്കെ നടക്കുക. നേരെ തന്തരായി പറയാനേ അറിയത്തുള്ളൂ. എനിക്ക് സ്വന്തം ഭൂവാസത്തിന്റെ കാര്യം പോലും ഈ തന്തരായിയാ പറയുന്നത് കേട്ടോ. ഈ മേലെ എന്റെ കൊച്ചുമോളെ മുന്നിൽ തന്തയില്ല എന്നോട്. അപ്പൊ ഞാനിപ്പോ ഉടനെ മാവേലിക്കലെ പോയി പെൻഷൻ വാങ്ങിച്ചു കൊടുക്കണം പോലും നീ പറയുന്ന പോലെ നീ ആരാടി ഓർഡർ വിടാൻ ഇത് നേരെ വില പോകാൻ വാങ്ങിച്ചോണ്ട് വരാൻ. ഇപ്പൊ കുട്ടികളോട് വാങ്ങിച്ചാൽ മനസ്സിലാക്കി വാങ്ങിച്ചാൽ മതി. ഇത് നേരെ വില പോകാൻ. ഞാൻ ചത്താ നീ എങ്ങനെ വാങ്ങിക്കോടി. ഞാൻ ചത്തേ നീ എങ്ങനെ വാങ്ങിക്കോടി. അത് എന്നെ ഈ ഒന്നും വാങ്ങിക്കുമോ. അതേ നാളൊന്നും ഇല്ല. ഒന്നൊന്നില്ല. ഇനി വിചാരിക്കണ്ട. ഒരുപാട് കാലം കുറ്റമൊന്നും വിചാരിക്കണ്ട. എന്നെ സൂചിച്ചിങ്ങനെ കണ്ടവരുടെ വാങ്ങി ജീവിക്കാമെന്ന്. ഒത്തിരി കണ്ടവർ വാങ്ങിച്ചിരുന്നത് ഇതായിപ്പിടിക്കല. കണ്ടവരെല്ലാം വാങ്ങിച്ചിരുന്നത് നല്ല ജയിക്കാൻ വർഷങ്ങളായിട്ട് കണ്ടവരെല്ലാം എന്റെ അച്ഛന്റെ സ്വന്തമായിട്ട് കാർഡിൽ വെച്ച് വാങ്ങിച്ച് നല്ലപോലെ ഫുഡടിച്ച് അവളാ. ഞാനില്ല വർഷങ്ങളായിട്ട് അവളെ വർഷങ്ങളായിട്ട് ഫുഡടിക്കുന്നേ. അവിടെ കൊച്ചിനെ നോക്കാൻ പോയ അവിടെ മോള് രാവിലെ കുഞ്ഞു വരുമായിരുന്നു. 500 രൂപ മറ്റേ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ആ സുമേന്ന് പറയുന്ന ആ കൊലകി അവള് ദിവസം എവിടെ വരാൻ നേരം ഉണ്ടായിരുന്നു. അവർക്ക് 500 രൂപ അവർക്ക് അമ്പലത്തിൽ പോകാൻ 500 രൂപ 3000 രൂപ
കൊടുത്തേക്കുന്നത്. കർത്തവല്ലിനെ കൊണ്ടുപോയി മക്കളെ നോക്കാൻ കർത്തവല്ലിനെ അവരെ ഇവിടെ എല്ലാം കൊണ്ടുപോയ ആളുകൾ പറയുന്നുണ്ട്. ഈ വിടുവോ ഇങ്ങോട്ട് 500 രൂപ 1000 രൂപ എനിക്ക് അമ്പലത്തിൽ കൊണ്ടും രാവിലെ ഇനി വരിക പലകി രാവിലെ ഇനി വരിക സുഖപ്പലകി ഇവിടെ ഇരിപ്പായിരുന്നു അവർക്ക് കാശിന് അതുപോലെ ഇവിടെ വേറെ ഇരിക്കുമല്ലായിരുന്നു. എന്റെ കാശും 26,000 രൂപയാണ് കള്ളിപ്പലകി വാങ്ങിക്കൊണ്ട് പോയത്. 26,000 രൂപ കള്ളിപ്പലകി ആ സുമേന്ന് പറയുന്ന കള്ളിപ്പലകി 26,000 രൂപ എന്റെ വാങ്ങിക്കൊണ്ട് പോയത്. കള്ളിപ്പലകി തേച്ച് തിരിച്ചായിരുന്നു ഇങ്ങോട്ട് കള്ളിപ്പലകി ആ കള്ളിപ്പലകി ഇവിടെ ഇവിടെ കയറി വെക്കാവാതിരിക്കുന്നത് ഫ്രീലാൻസ് പഠിക്കുന്ന കൊച്ചുകളൊക്കെ പറഞ്ഞ് എന്റെ വീട്ടിൽ കയറി ഇരിക്കേണ്ട കാര്യം ഈ കള്ളിപ്പലകിക്ക് ഇവിടെ വന്ന് കയറി ഇരുന്ന് എന്റെ 26,000 രൂപയാണ് പോയത്. 26,000 രൂപ അവിടെ കൊണ്ടുപോയില്ലല്ലോ. അവിടെ കൊണ്ടുപോയില്ലല്ലോ കൊച്ചുമോളെ. സുമേനെ പറഞ്ഞവിടെ കൊണ്ടുപോയിട്ടില്ലല്ലോ. പിന്നെ അമ്മച്ചിയല്ലേ കൊണ്ടുപോയത് അവിടെ അമ്മച്ചിയെ അവിടെ അമ്മച്ചി കർത്താന്ന് പറഞ്ഞ അവിടെ അമ്മച്ചിയല്ലേ കൊണ്ടുപോയത്. അതുകൊണ്ട് അവരിങ്ങനെ വന്ന് ഇരിക്കുക അമ്മയ്ക്കാണോ കുമ്മയ്ക്കാണോന്ന് എനിക്കറിയത്തില്ല. കർത്തവന്നിനെ കൊണ്ടുപോയി പിന്നെ ആരാ കർത്തവന് കർത്തവന്നിനെ നിങ്ങളുടെ മോളല്ലേ നാട്ടുകാരെ എല്ലാം കൊണ്ടുപോയത്. അവിടെ എവിടെയെല്ലാം നാട്ടുകാരെ എല്ലാം ഒപ്പിച്ചെടുക്കൊണ്ട് പോയത് നിങ്ങളുടെ മോളാണ്. എന്നിട്ട് അവിടെ ഇവിടെ കയറി ഇരുന്ന് എന്റെ 26,000 രൂപ മോഷിച്ചുകൊണ്ട് പോയത് ആ കള്ളിപ്പലകി 26,000 രൂപയാണ് മോഷിച്ചത്. ആ കള്ളിപ്പലകി ഒന്നിട്ടല്ല 26,000 രൂപയാണ് കള്ളിപ്പലകി വാങ്ങിച്ചത്. കള്ളിപ്പലകി ഒന്ന് വാങ്ങിച്ചത് അവനെയും എന്റെ കാശറിയെ പിന്നെയും വിട്ട് 100 രൂപ അവന് കൊടുക്കാൻ 200 രൂപ ഇനി ഇനിയൊന്ന് വാങ്ങിക്കണേ ഒരാള് അവന് വാങ്ങിക്കണേ 100 രൂപ വാങ്ങിക്കണേ. ഞാൻ പറഞ്ഞത് അവന് കാശ് കൊടുക്കണ്ടേനെ. എന്നിട്ട് വലിയ പണക്കാരി ഞാൻ കൊടുക്കുക. വലിയ പണക്കാരി അവന് ഇഷ്ടം പോലെ കല്യാണത്തിന് പൈസ കിട്ടിയ എന്നിട്ടും അവനിങ്ങോട്ട് വന്നപ്പോൾ മോതിരം വരെ കൊടുത്തേക്കുന്നു. മോതിരം വരെ ഇത് കൊടുപ്പുകാരി ഞങ്ങൾക്കൊന്നും അങ്ങനെ കൊടുക്കാനൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അങ്ങനെ കണ്ടവനൊന്നും കൊടുക്കാനിരിക്കില്ല. എൻ്റെ മോളും കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അല്ല വലുതടെയും വാങ്ങിച്ചല്ല. അതൊന്നാം തരമായിട്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പിന്നെ ആഹാരം വെച്ച് പിള്ളേരെ കൊണ്ടുപോയി അവർ കഷ്ടപ്പെട്ട അങ്ങേറ്റം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. പിന്നെ പണത്തിന് കഷ്ടപ്പെടുന്നില്ല. കാരണം നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്. ഒരു ശമ്പളം കിട്ടുന്നുണ്ട്, അതിന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവർ പഠിച്ചതുകൊണ്ട് ജോലി പോലും നീയാ ജോലിയെപ്പോഴും നടക്കുന്നത്. അവർക്ക് നടക്കേണ്ട കാര്യമില്ല. അവർക്ക് ജോലിയെപ്പോഴും നടക്കേണ്ട കാര്യമില്ല. അന്തസ്സായിട്ട് അവർ ജോലിക്ക് പോകുന്നത്. അത് ഒന്നാം തരം പിന്നെ അവർ പഠിപ്പിക്കുന്ന കോളേജിൽ അന്തസ്സായിട്ടാണ് പോകുന്നത്. ഒന്നാം തരമായിട്ട് അല്ല ജോലിയെപ്പോഴും നടക്കേണ്ട കാര്യം അവർക്കില്ല. അവർ പഠിപ്പിച്ച കുശുമ്പെടുക്കുന്നതിന് അവർ പഠിക്കാൻ ജോലിക്ക് പോകുന്നതിന് നീ എന്തിനാണ് കുശുമ്പെടുക്കുന്നത്? നീയും പഠിച്ചു തന്നത് എന്താ ജോലിക്ക് പോകാത്തത്? നീയും പഠിച്ചത് എന്താ ജോലിക്ക് പോകാത്തത്? ഇതിനൊരു വിധി വേണം. പോകാൻ പറ്റില്ല. ഇതിന് പൈസ വാങ്ങിക്കാനുള്ള വിധി വേണം. ആരുടെ ആയാലും മുരളി ഓട്ടോക്കാരൻ മുരളി ഞാൻ വിളിച്ചാൽ മുരളി വരുമ്പോഴല്ല ഇവിടെ വരണ്ട. പഠിച്ച് വരണമെന്ന് വെച്ചാൽ വരും. എന്നെ ഇന്നലെ കളിയായിട്ട് കണ്ടപ്പോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കാര്യമായെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. എന്താ കാര്യം ചോദിച്ച് മനസ്സിലാവണ ആരാ? അവന്റെ എന്താ കാര്യം അറിയാനുള്ളത്? അവന്റെ എന്താ കാര്യം അറിയാനാ? ഓട്ടോക്കാരൻ മുരളിയുടെ എന്താ കാര്യം അറിയാനാ? അവൻ ആരാ? എനിക്ക് പല കാര്യങ്ങളും അറിയാറുണ്ട്. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി. ആ മുരളിയെ വന്നുപോയ എല്ലാ കാര്യങ്ങളൊക്കെ എന്താ കാര്യം അറിയാനാ? കാര്യം അറിയില്ല. കടയിൽ പോയ അവനാ കൊണ്ടുവന്നേ. ആശുപത്രിയിൽ പോയ അവനാ കൊണ്ടുവന്നേ. പാലും എല്ലാം വാങ്ങി തരുന്നവനെ എല്ലാം വാങ്ങി തരുന്നവനായിരുന്നു. നീ വരുന്നതിനുണ്ട് അല്ല കാര്യമില്ല. ഓട്ടോക്കാരൻ മുരളിയുടെ കാര്യം അറിയില്ല. ജീവിക്കത്തില്ല. ഓട്ടോക്കാരൻ മുരളി ആരാ? അവനവന്റെ വീട്ടിൽ ഇരിക്കട്ടെ. ഓട്ടോക്കാരൻ മുരളിയും കണ്ട ഓട്ടോക്കാരന്മാരെല്ലാം ഓട്ടോക്കാരന്മാരെ വല്ലതും പോകാനാണ് വിളിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഓട്ടോക്കാരന്മാരൊന്നും ഇവിടെ കയറ്റി പൊറപ്പിച്ചിട്ടില്ല. ഓരോ ഓട്ടോക്കാരനെയും കയറ്റി പൊറപ്പിച്ചിട്ടില്ല. അതല്ല ഒരവനെ കയറ്റി പൊറപ്പിക്കുന്നില്ല. ഒരവനെ കയറ്റി പൊറപ്പിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഞാനും രാജമ്മയും ഓട്ടോക്കാരെയൊന്നും പൊറപ്പിച്ച് നടക്കുന്നവരല്ല. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെൻഷനുണ്ട്. ആരെയും പൊറപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇല്ലാത്തവരാ പൊറപ്പിക്കുന്നത്. ഇല്ലാത്തവരാ പൊറപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും പെൻഷനുണ്ട്. അതിന് 6 പേർക്കും ഉണ്ട്. അതുകൊണ്ട് വല്ലോടം കയറി നടക്കുന്നവള് രാജമ്മയുടെ